ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ അതേ നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതേ ഇതാണ് കുഞ്ഞിപ്പയും കുഞ്ഞിമ്മയും. ഇവിടെയാണ് നമ്മൾ ഇത്രയും ദിവസം നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒക്കെ ബൈ സി യു ഒക്കെ പറഞ്ഞ് പോവുകയാണ് ഗൈസ്. അപ്പോൾ മോനുവിൻ്റെ വകയുള്ള ഉമ്മ പ്രകടനവും ടാറ്റ പ്രകടനവുമാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടിട്ടാ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ രാവിലെയാണ് നമ്മൾ പോകുന്നത്. നല്ല നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക ഇന്നിങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ മറൈൻ ഡ്രൈവിലും ഫോർട്ട് കൊച്ചിയിലൊക്കെ നമുക്കൊന്ന് കറങ്ങാം എന്നൊക്കെ. പക്ഷെ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞു ഏതായാലും പോവല്ലേ, പോകുന്ന വഴിക്ക് നമുക്ക് അവിടെയൊക്കെ കയറിയിട്ട് വൈകിട്ട് വീട്ടിലെത്താമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ട്. ഇക്കാക്ക ആദ്യം ഈ ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റ് എഴുതുക, അങ്ങനത്തെ ഒന്നും ഒരാളായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് അവരിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നിയിട്ട് എടുക്കൽ തുടങ്ങിയിട്ടുണ്ടാളെ. അപ്പോൾ ആ ഏട്ടൻ്റെ അടുത്ത് നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ കണ്ടിട്ട് പാവം തോന്നി പറഞ്ഞിട്ട്. അപ്പോൾ അതേ നമ്മൾ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ തന്നെ നമ്മുടെ അടുത്ത് ലഗേജ് കുറച്ചധികം കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാക്കാൻ്റെ അടുത്ത് അവിടെ ഫോർട്ട് കൊച്ചിയിലും ഇക്കാക്ക് കുടുംബക്കാരുണ്ട്, അപ്പോൾ അവിടെ കയറാം, അവരങ്ങോട്ട് വിളിച്ചതായിരുന്നില്ലേ. അപ്പോൾ അവിടെ കയറി നമുക്ക് അവിടെ ബാഗൊക്കെ വെച്ച് കുറച്ച് നേരം നിന്നുങ്ങാണ്ട് നമുക്ക് നേരെ ഫോർട്ട് കൊച്ചി ഒന്ന് കറങ്ങി പിന്നെ മറൈൻ ഡ്രൈവിലും പോയിങ്ങാണ്ട് നേരെ തിരിച്ച് വന്ന് ഇവിടുന്ന് ബാഗ് എടുത്ത് പോയാൽ മതിയല്ലോ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കൊച്ചിയിലെത്തിയെന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീടുകൾ നോക്കിയാൽ ഇതൊന്നും ഒരു വീടല്ല കേട്ടോ, അല്ലെങ്കിൽ വാടക വീടോ അങ്ങനെ ഒന്നുമല്ല. അതൊക്കെ ഓരോരോ വീടുകളാണ്. പക്ഷെ ഒരു വീടാണെന്ന് നമുക്ക് തോന്നുകയേ ചെയ്യില്ല കണ്ടാൽ. തൊട്ടടുത്തടുത്ത് അങ്ങനെ ഒരേ മതിലായിരിക്കും. പക്ഷെ നമ്മളിവിടെ ഒന്നും അങ്ങനെയല്ലല്ലോ. ഒരു വീട് കഴിഞ്ഞ് 10 സെൻറ്റ് കഴിഞ്ഞിട്ടല്ലേ അപ്പുറത്ത് വീടുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ മുത്തമ്മാൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്ന് ഇനി നമുക്ക് പോവാം എന്നുള്ളതിൽ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമായിരുന്നു കേട്ടോ, പോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ മൂത്തമ്മാൻ്റെ വീടെന്ന് വെച്ചാൽ താഴത്തല്ല, മേലെയാണ്. അപ്പോൾ അത് ഒരു കുത്തനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. സ്റ്റെപ്പ് കയറി വന്നാൽ നീളത്തിൽ ഒരു സൈഡിൽ ഹോള്, അപ്പുറത്തെ സൈഡിലായിട്ട് ഇങ്ങനെ 3 റൂം. പക്ഷേ നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. വൃത്തി മീൻസ് 3 റൂമും കുഞ്ഞ റൂമാണോ എന്ന് ചോദിച്ചാൽ കുഞ്ഞ റൂമല്ല, വലിയ റൂമാണോ എന്ന് ചോദിച്ചാൽ വലിയ റൂമല്ല, ആ ഒരു രീതിക്കായിരുന്നു 3 റൂം ഉണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ നേരെ പോകുന്നത് കിച്ചണിക്കാണ്. ഞാൻ കിച്ചണൊന്നും കാണിച്ചിട്ടില്ല. മുത്തമ്മാൻ്റെ കിച്ചൺ ആകെ അൽക്കുലത്തായി കിടക്കുകയായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ രാവിലെയാണല്ലോ കിച്ചണിൽ കൂടുതൽ വർക്കൊക്കെ വരുന്ന സമയം, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് നമുക്ക് ഇക്കരെ വന്ന് അക്കരെ കിടക്കാനുള്ള ജങ്കാർ നിർത്തിയിടുന്ന സ്ഥലം. ജങ്കാർ അവിടെ ഉണ്ട്. ജങ്കാറിൽ കയറാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഓരോരുത്തരെ വണ്ടികളും നിൽക്കുന്നുണ്ട്. അതിനത് നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ് ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളായിരിക്കും. അതുപോലെ ഓരോ റിസോർട്ടായിരിക്കോട്ടെ, ഓരോ ഹോട്ടലായിക്കോട്ടെ, കാണാൻ നല്ല ഭംഗിയായിരിക്കട്ടെ. നോക്കിയാൽ മഞ്ഞ കളറിലൊക്കെ. എനിക്കിതാണ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടും ഭംഗിയായിട്ടും തോന്നിയത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച ബിഗ് ബി മൂവി ഉണ്ടല്ലോ, അവരുടെ ആ മൂവിയിലെ അവരെ വീടായിരുന്നു ഇത്. ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാൻ ആദ്യമേ ഇക്കാക്കാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാക്ക ഭയങ്കര ഡീസൻ്റ് ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ഒരു വീഡിയോ ഒക്കെ തന്നെ വണ്ടി നിർത്തി തന്ന് വേഗം അവിടെ നിന്ന് എസ്കേപ്പായി. പിന്നെ എനിക്ക് ഇങ്ങടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ മരങ്ങളുള്ള താഴെ വണ്ടി നിർത്തിയിടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വന്ന് എല്ലാ കാഴ്ചകളും ഇങ്ങനെ ഫോർട്ട് കൊച്ചി കായലിൻ്റെ അടുത്തുള്ള എല്ലാ കാഴ്ചകളും ഇങ്ങനെ കാണാമായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല രസമുള്ള ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയതിന് ശേഷമാണ് ഇക്കാക്ക കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന് തിരിഞ്ഞ് നോക്കിയതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ മെഹന്തി ഇടൂലേ, കൈമ മൈലാഞ്ചി ഇടുമല്ലോ, ആ മൈലാഞ്ചിൻ്റെ അച്ചിയാണ് അതൊക്കെ കേട്ടോ. അത് വിരലുമ്മലിടാനുള്ള അച്ചി. നിങ്ങൾക്ക് വേണ്ട അപ്പം തിന്നാൻ നിങ്ങൾക്ക്, നിങ്ങൾ ആദ്യം ചായ എന്തെങ്കിലും കുടിക്കുക, എന്നിട്ട് നോക്കാം. ഇതാ തീ എത്തിക്കൊണ്ടാണോ പോണത്? ഈ സംഭവം കണ്ടപ്പോൾ ഇക്കാക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഇതിപ്പോഴും ഉണ്ടോ എന്നുള്ള രീതിക്ക്. പിന്നെ അത് ഓരോരുത്തരെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഓരോ കളിക്കുന്ന സാധനങ്ങളൊക്കെ മരത്തുമ്പോൾ തൂക്കിയിട്ടിട്ട് അതിങ്ങനെ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതവിടെ മാത്രമല്ല നമ്മളവിടെ ഉണ്ട്, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ മോനൂസിനൊരു വാച്ച് വാങ്ങണം എന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ചുമ്മാ അവിടെ വാച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ വാച്ച് ഇഷ്ടമായപ്പോൾ മോനൂസിനെടുത്ത്. പക്ഷെ മോനൂസ് എന്തിനാണ് കരയുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല.
പുതിയ വാച്ച് കിട്ടി സന്തോഷത്തിലാണോ അതാ സന്തോഷക്കണ്ണീരെന്ന് പറയില്ല ആ കണ്ണീരാണോ ഒന്നും അറിയില്ലായിരുന്നു. നിങ്ങൾ കണ്ട കപ്പൽ പോവാണ് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ കുറച്ച് കാലം മുന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാലം എന്ന് പറയുമ്പോൾ 7 വർഷം കേട്ടോ, കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ. അപ്പോൾ ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നില്ലേ, അവിടെ അത്ര അല്ല ഉണ്ടായിരുന്നത്, അതിലും കുറച്ചുകൂടെ ലോങ്ങൊക്കെ ഉണ്ടായിരുന്നു അത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പിന്നെ യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ കടലാണിത്, പുഴയാണെന്ന് തോന്നും, പക്ഷേ കടലാണ്. കടലൊക്കെ എടുത്തിട്ട് ഒന്നും കൂടി കഷ്ണം മുറിഞ്ഞ് പോയിട്ടുണ്ട് ആ സ്ഥലമൊക്കെ. പിന്നെ നമ്മളിങ്ങനെ കിസ്സൊക്കെ പറഞ്ഞ് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചേച്ചിനെ കണ്ണിൽ പെട്ടത്. ക്യാമറയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആളാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പം ജസ്റ്റ് ഒരു ഫോട്ടോക്ക് 25 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്ത് കളയാമെന്ന് കരുതി ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയിട്ട് ആനൊന്നും ഇല്ലാഞ്ഞിട്ട്. അന്നത്തെ പോലെ ആ പഴയ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ആനകളൊന്നുമില്ല, ആനൻ്റെ പ്രതിമയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ. 10 മിനിറ്റ് ഇരുന്നാൽ മതി ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നല്ലൊരു അടിപൊളി ഫോട്ടോ കിട്ടും. ഈ ആൾമരത്താണ്. ഓക്കെ ഗൈസ്. ഇത് കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് കറങ്ങി കണ്ട് തിരിച്ച് വരുമ്പോൾ ഇത് കണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് വന്നെങ്കിലും ഇക്കാകെ പറഞ്ഞപ്പോഴാണ് ഗൈസ് ഞാനത് ശ്രദ്ധിച്ചത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായ അത് നമ്മളെ പണ്ടത്തെ അബായി ചെരുപ്പില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലായ? അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് ഒരു പാനിപ്പൂരിയൊക്കെ കഴിക്കാൻ പാനിപ്പൂരിയൊക്കെ ഓർഡർ ചെയ്ത് ഭയങ്കര ഡിലേ എടുത്ത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്താൽ എന്നിട്ട് 3 ദിവസം അങ്ങോട്ട് നടക്കുന്നതും ഓടി നടക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വെച്ചാൽ പിന്നെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ വന്നപ്പോഴുള്ള ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കും ഇന്നും അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും. അപ്പോൾ അതുപോലെ ഫോട്ടോ എടുക്കണം. അന്നെടുത്ത പോലെ അന്നെന്ന് വെച്ചാൽ ആ ഭാഗത്ത് കുറേ ആനൻ്റെ പ്രതിമ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇപ്പോഴും അത് അതുപോലെ ആയിരിക്കും എന്ന്. പക്ഷെ അതുപോലെ ആയിരുന്നില്ല. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കരുതിയ അന്നും ഇന്നും ഒരുപോലെ ഇരിക്കുന്നതാണ്. പക്ഷേ പിന്നീടാണ് ഇപ്പോഴാണ് ഇക്കാക്ക എൻ്റെ അടുത്ത് പറഞ്ഞത് അതങ്ങനെയല്ല അർഷി, സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ഓരോ ഇത് ഇടുന്നതാണ്. അപ്പോൾ അത് ആ സമയം 7 വർഷം കഴിഞ്ഞില്ലേ, അത് അവർ മാറ്റിയിട്ടുണ്ടാവുന്നു. അങ്ങനെ നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമും വാങ്ങി കഴിച്ച് നമ്മൾ നേരെ വിട്ടത് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ മെയിൻ അങ്ങനെ എല്ലാ ഒരു പിന്നെ ഈ ഒരു മരവും ഈ ഒരു സെയിൽ ചെയ്യുന്ന ഈ ഒരു സംഭവമല്ലേ, ഈ സാധനം 7 വർഷം മുന്നേ ഇതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഈ ആനക്കുട്ടികളൊക്കെ അല്ലേ ഈ തൂങ്ങി നിൽക്കുന്ന അതൊക്കെ പിടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇല്ല, അതൊക്കെ മിസ്സാണ് ഗൈസ്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നിവിടെ വന്നതിൽ ഇതാണ് വീണ്ടും അവിടെ ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റുള്ളതൊന്നും ഇല്ലായിരുന്നു. അതിലെനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വിടുകയാണ്. അപ്പോൾ വിടുന്ന നമ്മൾ ആദ്യം വന്നത് ബീച്ച് സൈഡിൽ കൂടിയായിരുന്നു. ഇത് നേരെ ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് കേട്ടോ വരുന്നത്. നമ്മൾ നേരെ പോകുന്നത് ബോട്ട് ജെട്ടിയിലേക്കാണ്. മറൈൻ ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട് ബോട്ട് ജെട്ടി കയറണം. അതിന് നമ്മൾ അവിടേക്കാണ് ഇനി പോകുന്നത്. തൽക്കാലം നമ്മൾ ഫോർട്ട് കൊച്ചിനോട് ടാറ്റ ബൈ ബൈ പറയാണ്. 7 വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരാൻ ഇനി എത്ര വർഷം എടുക്കും എന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. അപ്പം നമുക്ക് ഇനി മറൈൻ ഡ്രൈവിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.